തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുതിർന്ന BJP കൗൺസിലറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലേക്കാണ് ഇന്ന് ന്യൂസ് ആഫ്റ്റർനൂൺ ആദ്യം പോകുന്നത്. കുരുക്കിട്ടതാര്? തിരുമല ഡിവിഷൻ കൗൺസിലർ K. അനിൽകുമാർ സ്വന്തം ഓഫീസിലാണ് ജീവനൊടുക്കിയത്. തിരുമല ഫാം ടൂർ സൊസൈറ്റി പൊട്ടിയതോടെയാണ് ദാരുണ സംഭവം. എന്നാൽ അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ BJPക്കെതിരെ വിമർശനമുണ്ടെന്നാണ് സൂചന. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി സഹായിച്ചില്ല എന്നും ഈ കുറിപ്പിലുണ്ട്. നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് 6 കോടിയോളം രൂപയെന്നും വായ്പാ തിരിച്ചടവ് 11 കോടിയോളം ഉള്ളതായും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. താനും കുടുംബവും ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ല എന്നും അനിൽകുമാർ കുറിപ്പിൽ പറയുന്നു. അതേസമയം K. അനിൽകുമാറിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് BJP നേതാക്കൾ തന്നെയാണെന്ന ആരോപണവുമായി CPIM രംഗത്ത് വന്നു. അവിടെ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പണം നിക്ഷേപിച്ചവര് പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ തന്നെ അവിടുന്ന് വലിയ തോതിൽ ലോൺ എടുത്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ബാങ്ക് പൊളിയാനുണ്ടായ സാഹചര്യവും അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആരും സംരക്ഷിക്കാനില്ല എന്നുള്ളത് ബോധ്യം വന്നിട്ടാണ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. നിലവിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെട്ടിരുന്നതായി മുതിർന്ന നേതാവ് കരമന ജയൻ പറഞ്ഞു. ലോൺ എടുത്തവരോട് തിരിച്ചടവിനും നിക്ഷേപകരോട് സാവകാശവും ചോദിച്ചിരുന്നതായും കരമന ജയൻ പ്രതികരിച്ചു. അതുമായി ബന്ധപ്പെട്ട മാനസികമായ വലിയ വിഷമമുണ്ടായിരുന്നു ഡെപ്പോസിറ്റേഴ്സ്. കാരണം ഇന്നത്തെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സഹകരണ സംഘത്തിന് ബാധിക്കുമ്പോൾ ഡെപ്പോസിറ്റേഴ്സ് തിരിച്ച് പൈസ വാങ്ങാൻ വരുമോ എന്നുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളത് ഇടപെടുകയും ലോണെടുത്ത് തിരിച്ചടവ് അടയ്ക്കാത്ത ആൾക്കാരെ ഞങ്ങളടക്കം എല്ലാ നാട്ടുകാരുടെയും ഞങ്ങൾ ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ അനിയുടെ സാന്നിധ്യത്തിൽ വിളിച്ച് ലോൺ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുകയും ഡെപ്പോസിറ്റേഴ്സിനെ ഓരോരുത്തരെയും കണ്ട് സമയം കൊടുക്കണമെന്ന് ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. തിരുമല ബാങ്ക് പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്തതിനിടയിൽ BJP പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതും ഇന്ന് നമ്മൾ കണ്ടതാണ്. ക്യാമറകൾ തല്ലിപ്പൊട്ടിച്ച പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അർജുനാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, BJPയുടെ ജില്ലയിലെ ഏറ്റവും സൗമ്യനും അതേപോലെ തന്നെ കരുത്തുറ്റതുമായ നേതാവായിരുന്നു അനിൽകുമാർ. കൗൺസിലറുടെ മരണം ആ പാർട്ടിയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്, 6 കോടിയോളം രൂപ എന്ന പരാമർശമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, എല്ലാവരെയും സഹായിച്ചിട്ടും തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള പരാമർശങ്ങളൊക്കെയും ഈ കുറിപ്പിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ സംഭവത്തിലെ പോലീസ് പറയുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ്? എന്താണ് ഈ വിഷയത്തിലെ നിലവിലെ സ്റ്റാറ്റസ് അർജുൻ? സേതു, നിലവിൽ ഇക്കാര്യത്തിൽ പൂജപ്പുര പോലീസ് അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നാളെയാണ് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിൽകുമാറിന്റെ നടക്കുക. തിരുമലയിലെ വീട്ടിൽ അങ്ങേയറ്റം വൈകാരികമായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയേണ്ടി വരും. മുൻപൊക്കെ താൻ അങ്ങേയറ്റം ആളുകളെ സഹായിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്നെ കൈയൊഴിയുന്ന ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് BJP നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായി. തിരുമലയിലെ ഒരു ബാങ്കിൽ, അതായത് വലിയശാല ഫാം സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു ഏറെക്കാലം അനിൽ. അവിടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏകദേശം 11 കോടി രൂപയോളം വായ്പ തിരിച്ചടയ്ക്കാനുള്ള ബാങ്കാണ്
വലിയശാല ഫാം സൊസൈറ്റി 6 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിക്ഷേപകർ എത്തിയപ്പോൾ അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നീട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചുള്ള കേസെടുത്തു. ഈ ഘട്ടത്തിലൊക്കെ വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനിൽകുമാറിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത തൻ്റെ മേലിലേക്ക് വരുന്ന തരത്തിലേക്ക് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ BJPയുടെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ BJP സംസ്ഥാന അധ്യക്ഷനെ പോയി കണ്ടിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എഴുതിയിട്ടുള്ള അനുശോചന കുറിപ്പിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ കാണാൻ അനിൽകുമാർ വന്നിരുന്നുവെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു മാനസിക പ്രശ്നമുള്ള ഘട്ടത്തിൽ സ്വാഭാവികമായും ആ കൂടിക്കാഴ്ചയ്ക്കകത്ത് ഈ വിഷയം അനിൽകുമാർ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് പറയേണ്ടി വരും. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ BJPയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് അനിൽകുമാർ. തിരുമല കൗൺസിലറായിട്ടുള്ള അനിൽകുമാർ അങ്ങേയറ്റം എല്ലാവരും ഏറ്റവും സൗമ്യനായി പെരുമാറുന്ന സാധാരണക്കാരോടൊക്കെ വലിയ രീതിയിൽ ഇടപഴകിയിരുന്ന നേതാവായിരുന്നു അനിൽകുമാർ. അങ്ങനെ ജനകീയനായിട്ടുള്ള നേതാവിൻ്റെ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓഫീസിലാണ്, തിരുമലയിലെ ഓഫീസിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങൾ വരികയും ചെയ്തത്. അത് ഈ സാമ്പത്തിക ക്രമക്കേടും അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ ഒരു ക്രമക്കേട് ആ ബാങ്കിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ രൂക്ഷമായ ആരോപണങ്ങളൊക്കെയുമാണ്. ഇതിൽ പാർട്ടിയെ പേരെടുത്ത് പരാമർശം ആ കുറിപ്പിൽ ഇല്ല എങ്കിൽ പോലും ഈ മുനകളെല്ലാം ചെന്ന് നിൽക്കുന്നത് പാർട്ടിയിലേക്ക് തന്നെയാണ്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ പാർട്ടി ഉത്തരം പറഞ്ഞേ മതിയാവുകയുമുള്ളൂ. അപ്പോൾ അർജുനാണ് വിവരങ്ങൾ നൽകിയത് കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട്.